Welcome to Flavors of India. നമ്മളിങ്ങനെ മുകളിലേക്ക് സെക്കൻഡ് വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാനായിട്ട് പ്രത്യേകിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, ഈ ഓൺ ദ വേ ആണ്. പക്ഷേ നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ള ചുരം കയറാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം ഇനി കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. കാര്യം പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാട്ടരുവികൾ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇപ്പം മഴയുടെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മഴ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വരം പോലെ കിട്ടിയ കാര്യങ്ങളാണ്. ഇതിപ്പോൾ മുകൾ കാടുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് വരികയാണ്. ഈ ജലസ്രോതസ്സൊക്കെ ഇതിങ്ങനെ തങ്ങി നിൽക്കുന്ന വെള്ളമല്ല, ഇതിങ്ങനെ ഈ മരത്തിൽ തട്ടി ഒറ്റ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും തങ്ങുന്നില്ല. പക്ഷേ ഈ വെള്ളം കൂടാണ്ട് കുറേ വെള്ളം ഇങ്ങനെ തങ്ങുന്ന വെള്ളവുമുണ്ട്. അതായത് വലിയ വലിയ വൃക്ഷങ്ങൾ പിടിച്ചെടുക്കുന്ന, അതിലിങ്ങനെ തട്ടി തട്ടി താഴേക്ക് വരുന്ന, അവിടെ ഇങ്ങനെ സ്റ്റോറേജ് ആകുന്ന വെള്ളം. ഇത് അത് കഴിഞ്ഞിട്ടുള്ള എക്സസ് വാട്ടറാണ്. ഇതിങ്ങനെ ഒഴുകി 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 ഇപ്പോൾ ഡാമിലേക്ക് പോകുന്നു. മനസ്സിലായില്ല, ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്. ഇനി ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എവിടെയും കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു 2 മാസം മുന്നേ ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വറ്റി വറഞ്ഞ് ഒരു നല്ല ഭംഗിയില്ലാതെ, ഈ ഇലകളിലൊന്നും തന്നെ ഈർപ്പമില്ലാണ്ട്, ഇത് നോക്കൂ നല്ല വെറ്റായിട്ട് കിടക്കും, നല്ല പച്ചപ്പ്. ഈ ഇലകളിലെല്ലാം ഇങ്ങനെ വെള്ളം വീണിട്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിയല്ലേ. അപ്പോൾ മരങ്ങളെല്ലാം ഇങ്ങനെ നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഈ മഴ വെള്ളമെല്ലാം വീണിട്ട്. ആ ഒരു ഭംഗി നമുക്കല്ലാത്ത സമയം കാണാൻ സാധിക്കില്ല. ഇവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് വെള്ളിലേക്ക് പോവാണ്. അവിടെ വീണ്ടും ഒരു വാട്ടർഫാൾസ് കാണാം. ചെറിയ, ഇതെല്ലാം വലിയ വലിയ വാട്ടർഫാൾസ് അല്ല. ഈ മഴയെ ആസ്വദിച്ച് ഈ ചെറിയ ചെറിയ എന്താ പറയുക കാട്ടരുവികൾ കണ്ടിങ്ങനെ പോകുമ്പോൾ വരുന്ന വാഹനങ്ങളെ കുറിച്ചും കൂടി ശ്രദ്ധ വേണം. ഇത് മെയിൻ റോഡാണ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരിക്കും വാഹനം വരുന്നത്. ഇതൊരു ടേണിംഗ് ആണ്, കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. അവിടെയും ഒരു വാട്ടർഫാൾസ്, ചെറിയൊരു കാട്ടരുവി, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. നോക്കൂ, ബ്യൂട്ടിഫുൾ. ഈ വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ട് റോഡുകൾ കണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. അതും കഴിഞ്ഞ് റോഡിലൂടെ ഒഴുകുന്ന കാഴ്ച, നല്ല ശുദ്ധമായ ജലം. അങ്ങനെ രണ്ടാമത്തെ വാട്ടർഫാൾസ് ശരിക്കും ഒന്ന് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നു. ഇത് മറ്റൊരു ഭംഗിയല്ലേ, വാട്ടർഫാൾസിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ. ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ എന്തൊരു ഭംഗിയല്ലേ. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ല ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ ഒരല്പം ഒരു പക്ഷേ താഴ്ച ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ അടുത്തേക്ക് പോകുന്നില്ല. പക്ഷെ എന്നാലും നല്ല ശുദ്ധമായ ജലം ഇങ്ങനെ ഒഴുകി ഒഴുകി മേളിൽ നിന്നിങ്ങനെ വരുന്ന പാറയിൽ തട്ടി തട്ടി വരുന്ന നോക്കൂ. സോ ബ്യൂട്ടിഫുൾ. ഇതൊന്നും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ നാച്ചുറലായിട്ട് എന്താ പറയുക, പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന വരദാനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ ആസ്വദിക്കണം. ഇത് ഈ സീസണിൻ്റെ പ്രത്യേകതയാണ്. മഴക്കാലം, മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മളിനി മൺസൂണിനെ ശരിക്കും സ്നേഹിച്ച് തുടങ്ങണം. എനിക്ക് വാസ്തവത്തിൽ ആ വെള്ളത്തിൻ്റെ താഴെ പോയി ഒന്ന് തല വരെ നനച്ച് വരണമെന്നുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. ഇനി ഒന്നും ബാക്കിയില്ല നനയാനായിട്ട്. പക്ഷെ എന്നാലും നമ്മളുടെ യാത്ര തുടരണം. അതുകൊണ്ട് ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. മുന്നോട്ട് തന്നെ പോകും. അയ്യോ, കുട മറന്നുപോയി. നമ്മളുടെ കുട വേണ്ടേ? ഇനിയും മഴ വരും, കുട വേണം. കുടയ്ക്ക് എപ്പോഴും ആവശ്യമുണ്ട്. കുട ഉണ്ടെങ്കിലും നനയുന്നുണ്ട്. എന്നാലും കുട ഒരു രസം തന്നെയാണ്. കുടയിൽ വേണം.
എനിക്കിപ്പോൾ നെല്ലിയാമ്പതിയിലെ സമയത്തിന് എത്താൻ പറ്റുമെന്ന കാര്യം സംശയമാണ്. കാര്യം ഞാൻ എന്താ ചെയ്യുന്നത്, വഴിയിൽ ഇങ്ങനെ ഭംഗി ആസ്വദിച്ച് നടക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഭംഗി എന്നാണോ? അതായത് നോക്കൂ ബാക്കിലേക്ക്. എൻ്റെ ദൈവമേ, ആ മലയുടെ മുകളിൽ നിന്നും എത്ര വാട്ടർഫാൾസാണ് ഇങ്ങനെ തെറിച്ച് വരുന്ന നോക്കും. ഇങ്ങനെ വളരെ ഫോഴ്സിൽ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കും. എന്തായാലും ഈ കാഴ്ചകളെല്ലാം നമ്മൾ മഴക്കാഴ്ചകൾ എന്ന് പറയേണ്ടി വരും. അപ്പം മഴയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മഴയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സീസണാണ് ഈ സമയത്ത് നെല്ലിയാമ്പതി വന്നാൽ, ഈ മൺസൂൺ പീരീഡ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയില്ല. അതിന് മുന്നേ തന്നെ സ്വന്തമായിട്ട് നമ്മൾ വ്യൂ പോയിന്റ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇപ്പോൾ നമ്മളിങ്ങനെ മേളിലേക്ക് കയറി തുടങ്ങിയല്ലോ, പോത്തുണ്ടി ഡാമിൻ്റെ മറ്റൊരു വ്യൂ കുറച്ചുകൂടി എലിവേറ്റഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഇച്ചിരിയുടെ പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി മലനിരകളെല്ലാം ആ ഒരു കോടയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു മഴ പെയ്ത് മാറിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി സ്കൈ. ഓരോ വാട്ടർഫാൾസിനും ഓരോ സ്വഭാവമാണ്. നോക്കൂ, അതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസ് കുറേ പാറകളിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് വരുന്നൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഇത് പക്ഷേ കറക്റ്റ് നമുക്ക് ഏറ്റവും മേളിൽ തന്നെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. താഴേക്ക് വന്നിട്ട് ഒരു സിംഗിൾ ലൈൻ പോലെ വന്ന് താഴേക്ക് പതിക്കുന്ന കാഴ്ച. വെള്ളം ഏറ്റവും മുകളിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ദൂരെ കണ്ടില്ലേ ഒരു വാട്ടർഫാൾസ്, മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് വരുന്ന കാഴ്ച. ആ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന കാഴ്ച. ഈ വാട്ടർഫാൾസ് അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളുടെ എല്ലാം ഭംഗി ആസ്വദിച്ച് നമ്മൾക്കിനി അതിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നിയാലും അതിൽ കുറച്ചൊരു ഡേഞ്ചറുണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ പാലം ഒരു പുതിയ പാലവും റോഡുമാണ്. 2 വർഷം മുന്നേ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഭാഗത്ത് ശക്തമായ കുത്തൊഴുക്കുണ്ടായി. അതായത് മേളിൽ നിന്ന് ഭയങ്കരമായിട്ട് പാറയും വെള്ളവും എല്ലാം കൂടെ ഉരുണ്ട് വന്ന് ഈ കംപ്ലീറ്റ് ഈ പാലവും ഇവിടുത്തെ ഈ റോഡും ഒക്കെ ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതുണ്ടാക്കിയ പാലവും റോഡുമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന പാലം. അതുകൊണ്ട് അത്ര സേഫായിട്ടുള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ വന്ന് നിൽക്കാൻ. അപ്പോൾ ഇതും ഒരു മഴക്കാലമാണ്. ഇപ്പോഴും നല്ല മഴയും ശക്തമായ കാറ്റുമൊക്കെ ഉള്ളൊരു കാലാവസ്ഥ. ഈ സമയത്ത് പറയാൻ പറ്റില്ല. അതായത് മുകളിൽ കാടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മലയുടെ മുകളിൽ ഭയങ്കരമായ മഴയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഉരുൾപൊട്ടലൊക്കെ ഈ പാറയെല്ലാം ഇടിഞ്ഞൊക്കെ വരാമല്ലോ. വെള്ളച്ചാട്ടവും വെള്ളവും എല്ലാം കൂടി ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഓടുക എന്നുള്ള ഒരു ഒറ്റ പരിപാടിയെ നടക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കണ്ടിട്ട് സേഫാണ്. പക്ഷേ എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സ്ഥിതിവിശേഷം മാറാം. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ പുതിയ പാലം, പുതിയ റോഡ്, നല്ല മനോഹരമായ വെള്ളച്ചാട്ടം, വളരെ സേഫായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ്. നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് ചെറുനെല്ലി വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറേ കൂടി പൊക്കത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ. ഇത് ശരിക്കും നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ള കയറ്റം കയറി തുടങ്ങിയിരിക്കുകയാണ്. 10 ഹെയർ പിൻ കർവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആ ഭാഗത്താണ് ശരിക്കും വ്യൂ പോയിന്റിനുള്ളൊരു ടവർ, വാച്ച് ടവറായിട്ടാണ് ഇവിടുത്തെ നമുക്ക് എന്താ പറയുക, ടൂറിസം പ്രൊമോഷൻ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇങ്ങനെ വാച്ച് ടവർ കെട്ടിയിരിക്കുന്നത്. അത് ആ ഭാഗത്താണ്. പക്ഷെ നമ്മളിപ്പോൾ ആ ഭാഗത്ത് തന്നെ ചെല്ലണം എന്നില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ.
ചെറുനെല്ലി വ്യൂ പോയിന്റ്, എസ്റ്റേറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ച, നമ്മളിങ്ങനെ മുകളിലേക്കുള്ള ചുരം കയറി പോവുകയാണല്ലോ, അങ്ങനെ ഹാപ്പിൻ കർവ്സ് ഇങ്ങനെ കയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിൽ നിന്നും താഴേക്കുള്ള ആ റോഡിൻ്റെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ റോഡിലൂടെയാണ് കടന്ന് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. ഏറ്റവും നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റും ഈ മനോഹരമായ പ്രകൃതി ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഈ കാഴ്ച കണ്ട് നിൽക്കാൻ സാധിക്കും. ചെറുനെല്ലി വ്യൂ പോയിന്റിന്റെ വാച്ച് ടവർ ഇതാണ്. നമ്മൾ ഇച്ചിരി മാറി നിന്നാണ് വ്യൂ കണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു വാച്ച് ടവറിലൊന്ന് കയറിയിട്ട് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാഴ്ചയാണ്. ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. അറ്റാക്ക് ചെയ്യോ എന്നുള്ള കാര്യം അറിയില്ല. പല പ്രായത്തിലും പല ഷേപ്പിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കുരങ്ങന്മാരുടെ കാര്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. വികൃതികളാണ്. അവരുടെ മൂട് പോലെ ഇരിക്കും. ഇപ്പോഴത്തെ പാവം പോലെ ഇരിക്കണം. പക്ഷേ പറയാൻ പറ്റില്ല എങ്ങനെയാണ് പ്രതികരിക്കുക. ഇപ്പോൾ വ്യൂ പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ആ പോത്തുണ്ടി ഡാമും പിന്നെ താഴത്തെ റോഡും. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടെൻഷനുണ്ട്. അവൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ അടുത്തേക്ക് വന്നാലോ. സെക്കൻഡ് വ്യൂ പോയിന്റ് കണ്ടല്ലോ, ചെറുനെല്ലി വ്യൂ പോയിന്റ്. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് ഇനി ഒരു മൂന്നാമതൊരു വ്യൂ പോയിന്റും കൂടിയുണ്ട്, അതുകൂടി കാണണം.